ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ചോറ് വെച്ചെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കലത്തില് കുറച്ച് വെള്ളം എടുത്തിട്ട് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അരിയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അംഗസംഖ്യ അനുസരിച്ചിട്ട് അരി എടുക്കുക. അപ്പോൾ ഇവിടെ 4 പേരുണ്ട്. അപ്പോൾ 4 പേർക്ക് 2 നേരം കഴിക്കാനുള്ള അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിന്ന് എടുത്തിരിക്കുന്നത് സുരേഖ അരിയാണോ, നല്ല വേവുള്ള അരിയാണ്. ഇനി നമുക്ക് ഈ അരി ഒന്ന് കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ള് അരിയും ഞാൻ കലത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരു ചെറിയ കലത്തില് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിന്റെ മീതെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഈ അരിയും വെള്ളവും കലത്തിൽ നന്നായിട്ടൊന്ന് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നന്നായിട്ട് അരിയും വെള്ളവും പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ കലത്തിൽ വെച്ച വെള്ളവും കൂടി ഒഴിക്കാൻ പോവാ. ഇതിപ്പോ നല്ല ചൂടായും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇങ്ങനെ നിറച്ചങ്ങോട്ട് വെള്ളം ഒഴിച്ചു വെച്ചു. വീണ്ടും ഒന്ന് ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. അപ്പോൾ കഞ്ഞിപ്പോ നന്നായിട്ട് ഇതാ തിളച്ചിട്ടുണ്ട്. ഞാൻ ഈ കലം ഇതിന്റെ മീതെ തന്നെ വെച്ചു. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഈ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് തെർമൽ കുക്കറിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് ഒരുപാട് നമുക്ക് ലാഭിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ചെറിയ കലം മാറ്റുവാൻ പോവാണ്. കണ്ടോ, നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു തെർമൽ കുക്കറിന്റെ ആവശ്യം ഒന്നുമില്ല. ഇനി ഇത് ഇപ്പൊ തന്നെ സ്റ്റൗ അങ്ങോട്ട് ഓൺ ചെയ്ത് നമുക്കിതൊന്ന് തിളച്ചിട്ട് കഴിയുമ്പോൾ ഇതങ്ങോട്ട് വാർത്തിടുക. ഇല്ലെങ്കിൽ വെള്ളം കെട്ടിയ ചോറ് പോലെ ഇരിക്കും. പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് കിട്ടും. കാര്യം ഓൾറെഡി ചൂടുള്ള കൊണ്ട് ചൂടുവെള്ളമല്ലേ നമ്മൾ ഒഴിച്ചത്, പെട്ടെന്ന് ഇത് തിളച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ ചോറ് തിളച്ച് വന്നിട്ടുണ്ട്. ചോറ് റെഡിയായി. പെട്ടെന്ന് തന്നെ ഗ്യാസ് ലാഭം, സമയ ലാഭം, നമുക്ക് എല്ലാം ലാഭം മാത്രമേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് അടച്ച് ഇടാം. അപ്പോൾ ഈ ഗ്ലൗസ് കണ്ടല്ലോ, നമ്മൾ യാനി ക്രിയേഷൻസിൽ ചെയ്ത ഗ്ലൗസ് ആണ്. ഇതാകുമ്പോൾ നമുക്ക് നല്ല ചൂടാണെങ്കിലും ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ പൊള്ളില്ല. അല്ലാതെ തൊട്ടുമൊക്കെ അറിയാലോ, സ്റ്റീലല്ലേ, പെട്ടെന്ന് കൈ പൊള്ളും. അപ്പോൾ ഇതിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇതിൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. അപ്പൊ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത്രയും നേരം ഇതിന്റെ വെള്ളം പോകുവാനായിട്ടൊന്ന് വാർത്തിട്ടിരിക്കുകയായിരുന്നു. അതെ പ്ലേറ്റിലേക്ക് ഞാൻ ഈ ചോറിടുവാണ്. കണ്ടോ, സാധാരണ നമ്മൾ വെക്കുന്ന പോലത്തെ തന്നെ ചോറാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറെ പേർക്ക് സംശയം ഉണ്ടാവും, ഇനി ഇത് വെള്ളം കെട്ടിയതുപോലെ ഇരിക്കുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ എന്നൊക്കെ. അപ്പോൾ ആ ഒരു സംശയം മാറിയല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇനി ചോറ് വെച്ചെടുക്കുക. അപ്പോൾ നല്ല മീൻ കറിയെ കൂടെ നമുക്ക് ഇന്ന് ഈ ചോറ് കഴിക്കാം. അപ്പോൾ ഈ മീൻ കറി ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കാമേ. നമ്മൾ കല്യാണത്തിനൊക്കെ പോവില്ലേ, അപ്പോൾ മുളകിറച്ചിക്ക് പകരം കിട്ടുന്ന ഈ മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ.